ഇത് നമ്മുടെ കൊയിലാണ്ടി ഹാർബറാണ്. ഞങ്ങളിന്ന് രാവിലെ പോയിട്ടുണ്ടായിരുന്നു. കുറച്ച് മീനൊക്കെ വാങ്ങാമെന്ന് കരുതിയിട്ടൊക്കെ പോയതാണ്. പക്ഷേ ഞങ്ങൾ ചെന്നപ്പോൾ കുറച്ച് ലേറ്റായി. എന്നാലും ഞങ്ങൾ ഞണ്ടും നങ്കേനെ ഞങ്ങളുടെ അടുത്ത് പറയും. ആലപ്പുഴ സൈഡിലൊക്കെ നങ്കേനാണ് പറയുന്നത്. ഇവിടെയൊക്കെ കോഴിക്കോട് സൈഡിലൊക്കെ പറയുന്ന മാന്തേന്നാണ് പറയുന്നത് അതിന്. ആ മീനും വാങ്ങി ഇങ്ങനെ നിന്നപ്പോഴത്തേക്ക് ചെറിയ വള്ളങ്ങളൊക്കെ പോവുക. ചെറിയ വള്ളങ്ങളെന്ന് ഉദ്ദേശിച്ചാൽ ഇത് ഞങ്ങളുടെ അടുത്തൊക്കെ ആലപ്പുഴ സൈഡിലൊക്കെ പറയുന്ന ഫൈബറിൻ്റെ വള്ളങ്ങളെന്നാണ് പറയുന്നത്. ആ വള്ളത്തിലൊക്കെ അവർ ഇനി മീൻ പിടിക്കാനായിട്ട് പോവുക. അതിൽ ഒരു 6-8 ആളുണ്ടെന്ന് തോന്നുന്നു. ഒരു മീൻപിടുത്തത്തിന് പോകുന്ന സമയത്ത് അതിൽ ഫുഡൊന്നും ഉപയോഗിക്കത്തില്ല, ചെറിയ വെള്ളമല്ലേ. പക്ഷെ അതിൻ്റെ അപ്പുറത്ത് കിടക്കുന്ന ലൈലൻഡ് വെള്ളം കിടപ്പുണ്ടല്ലോ, അതിലൊക്കെ ആണെങ്കിൽ നല്ല സ്റ്റോറേജൊക്കെ ഉള്ള ഗ്യാസും ഫുഡൊക്കെ വയ്ക്കാനുള്ള എല്ലാ സാധനങ്ങളും അതിനകത്തുണ്ടാവും. അവർ കൊണ്ടുപോകും. എന്നിട്ട് പുറം കടലിൽ വെച്ച് ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കും. മീനൊക്കെ നല്ല ഫ്രഷായിട്ട് പിടിച്ചിട്ട് കറിയൊക്കെ വെച്ച് കഴിക്കും. ഇതേ ബോട്ട്. ഒരു ചേട്ടൻ വെള്ളം കോരുന്നുണ്ട്. അത്ര മനോഹരമായ കാഴ്ചയാണ്. ഞാൻ ജനിച്ച നാൾ മുതലേ കാണുന്നതാണ് കടൽ തീരം എന്ന് വെച്ചാൽ നമുക്ക് മറക്കാൻ പറ്റാത്ത ഒരുപാട് ഓർമ്മകളുള്ള സ്ഥലമാണ്. എൻ്റെ ഫ്രണ്ട്സൊക്കെ വരുന്ന സമയത്ത് പറയുമായിരുന്നു, നിങ്ങളെങ്ങനെ ഇതിൻ്റെ സൗണ്ട് കേട്ടിട്ട് എങ്ങനെ കിടന്ന് ഉറങ്ങുന്നുണ്ടെന്നൊക്കെ ചോദിക്കാമായിരുന്നു. അപ്പോൾ ഞാൻ പറയും, അതൊക്കെ നമുക്ക് ശീലമാകും. നല്ല ഒരിതല്ലേ, നല്ല ശുദ്ധമായ കാറ്റും നല്ല രസമുള്ള ഒരു വ്യൂവാണ്. അവിടെയൊക്കെ പുലിമുട്ടുണ്ട് കേട്ടോ. അങ്ങ് കാണുന്നതെല്ലാം പുലിമുട്ടാണ്. അതിലെ കൂടെ നമുക്ക് കയറി പോകാൻ പറ്റും. ഞാൻ വൈകുന്നേരം വന്ന് പോകാമെന്ന് വിചാരിക്കുന്നുണ്ട്. വൈകിട്ട് ഇപ്പോൾ കുറേ ലേറ്റായിട്ട് വന്നതുകൊണ്ട് കുറേ കാഴ്ചകളൊക്കെ നമുക്ക് മിസ്സായിപ്പോയി. അതിലേ കൂടെ ഉണ്ട് പുലിമുട്ടുണ്ട്. അതിലേ കൂടി ഇങ്ങനെ കംപ്ലീറ്റായി വരുന്നതേ ഉള്ളൂ. ഈ ബോട്ടൊക്കെ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരാഴ്ച 1 മാസമൊക്കെ കഴിഞ്ഞ് പുറം കടലിൽ നിന്ന് വരുന്നതാണ്. മീനൊക്കെ പിടിച്ച് സ്റ്റോറേജ് ഉണ്ടല്ലോ, അതിൽ ഐസൊക്കെ ഇട്ട് വെച്ചിട്ട് അവർ അത് ഒരാഴ്ചയ്ക്ക് ശേഷം 1 മാസത്തിന് ശേഷമൊക്കെ കരയിൽ വന്ന് അതെല്ലാം മീനെല്ലാം വിറ്റ് കഴിഞ്ഞിട്ട് പിന്നെ അവർ ഫുഡും വെള്ളവും അതിന് വേണ്ട സാധനങ്ങളും ഒക്കെ ആയിട്ട് പിന്നെയും പോയിട്ട് പിന്നെയും 1 മാസം, ഒരാഴ്ച, 1.5 കഴിഞ്ഞ് വരും. ഇത് അടുത്ത വള്ളവും പോകുന്നുണ്ട് മീൻ പിടിക്കാനായിട്ട്. അത് കാണുമ്പോൾ തന്നെ ഭയങ്കര രസമാണേ. കുറേ കൊക്കുകളും ഒക്കെ ഉണ്ടായിരുന്നു അവിടെ. ഞാൻ അത്ര അടുത്ത് നിന്നാണ് എടുക്കുന്നത്, കടലിലാ അടുത്ത് നിന്ന് തന്നെ അങ്ങ് എടുക്കുമായിരുന്നു. വ്യക്തമാകുന്നില്ല, ഇച്ചിരി ദൂരോട്ടങ്ങായിപ്പോയി വെള്ളം. കൊക്ക് പിന്നെ വേണ്ടോ ആ ബോട്ടിൻ്റെ സൈഡിൽ ആ ചെറിയ വെള്ളം കെട്ടിയിട്ടിരിക്കുക. എനിക്ക് പിന്നെ അവരും പണിക്ക് പോവുകയാണെന്ന് തോന്നുന്നു. വെള്ളത്തിൽ കയറുന്നുണ്ട് കണ്ടോ, അവരും പോവുക, പണിക്ക് പോകാനായിട്ട് പോവുക. ചെറിയ വെള്ളം, അത് 2 പേരായിട്ട് പോകുന്നതാണെന്ന് തോന്നുന്നു. ഇതൊരുപാട് ദൂരെയൊന്നും പോകത്തില്ലായിരിക്കും, ചെറിയ വെള്ളമായതുകൊണ്ട്. പിന്നെ ഇപ്പം യമഹയുടെ ഇഞ്ചിനൊക്കെ ഉള്ളത് കൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ല. പണ്ടൊക്കെ തുഴഞ്ഞൊക്കെ അല്ലേ പോകുന്നത്. ഇപ്പം ആ ഒരു ഇതില്ല. ഇപ്പം ഇഞ്ചനും സാങ്കേതിക വിദ്യകളൊക്കെ വന്നപ്പോഴത്തേക്ക് കുറേ ഡെവലപ്മെൻ്റ് ആയപ്പോഴത്തേക്ക് ഇങ്ങനെയൊക്കെ മതി, അതങ്ങ് ഇതായിട്ട് പോകും. കൊക്ക് പോകുന്നുണ്ട്, നല്ല ഭംഗിയുണ്ട്. ഞാനിപ്പോൾ 2ാമത്തെ തവണയാണ് ഈ കൊയിലാണ്ടി ഹാർബറിലോട്ട് മീൻ വാങ്ങാനായിട്ട് വരുന്നത്. പക്ഷെ അന്നൊന്നും ഞാൻ ഈ വീഡിയോ ഒന്നും എടുക്കണമെന്ന് അത്ര ഇൻട്രസ്റ്റ് ഒന്നും തോന്നിയില്ല. കുറേ ആൾക്കാരൊക്കെ ഉള്ളതുകൊണ്ട് അത്ര ഇതൊന്നും തോന്നിയില്ലായിരുന്നു. ആ വെള്ളം പോകുന്നുണ്ട് കണ്ടോ. അതേ അടുത്തൊരു വെള്ളം വരുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഞാൻ അധികം മീൻ കഴിക്കാത്ത ഒരാളാണ്. പക്ഷേ എനിക്ക് പച്ചമീൻ കണ്ടാൽ അറിയാനൊക്കെ പറ്റും, പച്ചമീൻ എന്ന സാധനം. അപ്പം
നമ്മുടെ സ്ഥലത്തൊക്കെ നല്ല മീനൊക്കെ അച്ഛനൊക്കെ കൊണ്ടുവരുമ്പോഴത്തേക്ക് അമ്മ കറിയൊക്കെ വെച്ച് കൊടുക്കുമ്പോഴത്തേക്ക് ആ ടേസ്റ്റൊക്കെ ഒരു പ്രത്യേകത അല്ലേ. പക്ഷെ ഇപ്പം ആ ടേസ്റ്റ് വലുതായിട്ട് മിസ്സായിപ്പോൾ. നമ്മളെല്ലാം നല്ല ഐസുള്ള മീനുകളും ഫ്രഷൊന്നും അധികം വാങ്ങാറില്ല. കുറേ ദിവസം പഴകിയ മീനൊക്കെ മാർക്കറ്റിൽ പോയി വാങ്ങുക, അല്ലെങ്കിൽ 2 ദിവസം 3 ദിവസമൊക്കെ ഐസിട്ട് വയ്ക്കുന്ന മീനുകളൊക്കെ ആയിരിക്കും കഴിക്കുന്നത്. ഫ്രഷ് മീനെന്ന് വെച്ചാൽ അത് വേറെ ഒരു ലെവലാണ്.